ഹായ്, വെൽക്കം ടു എയ്സഡ് അക്കാഡമി. എയ്സഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന എന്തോ റിസർവേഷൻ ഫോർ എക്സ് അഗ്നിവീർ എന്നാണെങ്കിലും എന്താണ് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ടില്ലേ, നമ്മുടെ GDയുടെ 50% വേക്കൻസിയും ഏത് എക്സ് അഗ്നിവീറുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്, ഇനി ഏതൊക്കെ എക്സാംസിൻ്റെ ഇവർക്ക് വേണ്ടിയിട്ട് അഗ്നിവീറുകാർക്ക് വേണ്ടിയിട്ട് എത്രയൊക്കെ ശതമാനം വെച്ച് പോവും, അതിൻ്റെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഈ തവണത്തെ SSC GDക്കാർക്ക് ഇത് ബാധകമാണോ, അതേപോലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മൾ പറയുന്നത് റിസർവേഷൻ ഓഫ് എക്സ് അഗ്നിവീർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നതാണ്. 4 കൊല്ലത്തെ ഫോഴ്സിലേക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അവർക്ക് ഇത് ഒഫീഷ്യലി തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഒഫീഷ്യലി തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ടായിട്ടുള്ളതാണ്. ജൂലൈയിൽ തന്നെ ഇത് ഔട്ടായിട്ടുള്ളതാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% റിസർവേഷൻ ആർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് അടുത്ത തവണ മുതൽ നമ്മുടെ അഗ്നിവീറുകാർക്ക് എക്സ് അഗ്നിവീറുകാർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ SSC GDയിൽ നിന്ന്. അപ്പം നിലവിൽ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അടുത്ത തവണ ഇപ്പോൾ 50,000 വേക്കൻസി വിളിച്ചാൽ ഒരു 25,000 വേക്കൻസി ആർക്ക് പോകുമെന്നാണ് അതിനർത്ഥം, അഗ്നിവീറുകാർക്ക് പോകും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുമോ? ഉറപ്പായിട്ടും അടുത്ത തവണ കോമ്പറ്റീഷൻ കൂടും, അടുത്ത തവണ കട്ട് ഓഫ് കൂടും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും അടുത്ത തവണ ഉണ്ടാവും. ഈ തവണ ഇപ്പോൾ SSC GD പാസ്സായി നിൽക്കുന്നവരെല്ലാം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നവരെല്ലാം ഫിസിക്കലി നന്നായിട്ട് നോക്കുക, ഈ തവണ തന്നെ കയറാൻ നോക്കുക. അടുത്ത തവണ നമ്മൾ ഇതുകൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ? സാധാ അഗ്നിവീർ അല്ലാത്ത നോർമലി ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരെ ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ മുമ്പിൽ അതിൻ്റെ പകുതി 25,000 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കട്ട് ഓഫ് കൂടും. ഇപ്പോൾ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ 25,000 വേക്കൻസി ഉണ്ട് ഓൾ ഇന്ത്യ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് തന്നെ പുഷ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കൂടെ പറയാം. ഈ അഗ്നിവീറായിട്ട് ഇരിക്കുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അഗ്നിവീറായിട്ട് കയറിയവരുടെ. കാരണം എല്ലാ കൊല്ലവും 1,00,000-ലധികം പേർക്ക് അഗ്നിവീറായിട്ട് നമുക്ക് കയറാനൊരു അവസരം കിട്ടുന്നുണ്ട്. കയറാനും എളുപ്പമാണ്. എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് 50% നിങ്ങൾക്ക് എവിടെ തന്നെ കിട്ടും, GDയിൽ തന്നെ 50% റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് 3 ഇയർ കിട്ടും, നോർമൽ ഏജിനേക്കാൾ ഒരു 3 കൊല്ലം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. ആദ്യ തവണ എക്സ് സർവീസ് ആയ ആൾക്കാർക്കാണെങ്കിൽ 5 കൊല്ലം കിട്ടും, റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടേക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ ഈ എക്സ് സർവീസുകാർ GDയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് PST ഉണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ആർമി കയറിയപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. PST ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് വെച്ചാൽ റണ്ണിങ് ടെസ്റ്റൊക്കെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് PST ഉണ്ടാവുമോ, അല്ലെ PT ഉണ്ടാവും, എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും? ഇല്ല, അതും ഉണ്ടാവില്ല. പക്ഷേ ഈ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞേക്കുന്ന കാര്യം കണ്ടോ, അതിൽ ഒരു ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങളിപ്പം ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഇറങ്ങി നിൽക്കുന്ന ഇപ്പോൾ എക്സ് സർവീസായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു 50,000 70,000 ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഒരു 25,000 വേക്കൻസി ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് ആളെ എടുക്കാൻ ഒരു ക്രൈറ്റീരിയ വേണം, ഇല്ലേ? ക്രൈറ്റീരിയ അപ്പോൾ എന്ത് നടക്കും? നിങ്ങൾക്കൊരു എക്സാം നടക്കും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കട്ട് ഓഫ് ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി മാത്രം റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് എന്തായിരിക്കും? ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഈ 75,000 ആളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മതിയായിരിക്കും. ബാക്കിയുള്ളവർ എത്ര, 50 ലക്ഷം ആൾക്കാരായിട്ട് അല്ലെങ്കിൽ 48 ലക്ഷം ആൾക്കാരുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 75,000 ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്താൽ മതിയായിരിക്കും. എക്സാം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും. അല്ലാണ്ട് ഇതിനകത്തൊരു ഫെയർ ആയിട്ടൊരു ആൾക്കാരെ എടുക്കാനായിട്ടൊരു വഴി കാണില്ല. കാരണം ഞാനത് പറയാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ അത് പറയുന്നതിന് ഒരു കാര്യം പറയാം. ഈ ഡേറ്റ നമുക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് ഏതാണ്? നമ്മുടെ ശ്രീ നിത്യാനന്ദ റായ്. പുള്ളി എവിടെയാണ്? നമ്മുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ കൊടുത്തൊരു മറുപടിയാണ് കേട്ടോ ഇത്, റിസർവേഷനെ കുറിച്ച് ചോദിച്ച സമയത്ത്. അതിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. കൂടാണ്ട് ഇതിനകത്ത് ഒരു RTI ഫയൽ ചെയ്തപ്പോൾ അതിന് വന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്ന റിപ്ലൈ എന്താണെന്ന് നോക്കിയേ. RTI സമ്മറി എന്തുവാണ്? നമ്മുടെ CGL എക്സാം ഉണ്ട്. CGL ഇപ്പോൾ നമ്മൾ SSC വഴി എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാം. CGL ഒരു പോസ്റ്റായിട്ടുള്ള ASO എന്ന് പറയുന്ന പോസ്റ്റിൽ എന്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്, SSC അഗ്നിവീറുകാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നിന്നൊരു റിസർവേഷൻ. ഇത് ഒഫീഷ്യലി ഔട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലി SSC പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞ RTIയിൽ അവരെന്ത് പറയുന്നുണ്ട്, RTIയിൽ ഈ കാര്യം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SSC GDയിൽ മാത്രമായിട്ട് നിൽക്കൂ ഇവരുടെ റിസർവേഷൻ? ഇല്ല.
വേറെ എവിടെയൊക്കെ കാണാം റിസർവേഷൻ? ദാണ്ടെ ജി ഡിയിൽ 50%, റെയിൽവേയിൽ ഏതാ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് 10%, റെയിൽവേയിൽ നമ്മുടെ ഗ്രൂപ്പ് ലെവൽ 2 പോസ്റ്റുകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഏതാ ടെക്നീഷ്യൻ അതേപോലത്തെ പോസ്റ്റുകളുണ്ടല്ലോ, ആ പോസ്റ്റുകളിലേക്കല്ലേ നമ്മുടെ ക്ലർക്ക്, നമ്മുടെ അങ്ങനത്തെ പോസ്റ്റുകളിലേക്ക് 5%, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് 10%, ഡിഫൻസ് മിനിസ്ട്രി ആ ലെവലിലേക്കുള്ളത്, ഡിഫൻസ് PSUകളിലേക്ക് 10%. ഇത്രയൊക്കെ ഇവിടേക്കെല്ലാം എന്താണ് നിങ്ങളുടെ എക്സ് അഗ്നിവീറുകാരെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറകെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? അഗ്നിവീറായിട്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നിരിക്കുന്നത്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഉറപ്പായിട്ടും ഇതിനൊരു എക്സാം എന്താണ് വരേണ്ടതാണ്. കാരണം നിങ്ങളുടെ ഒരു ഫെയർ എന്തിനു വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ CGL ആകെ 5% കൊണ്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ CGL ആ പോസ്റ്റ് വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലോ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റും. അപ്പം ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫേവറേറ്റിസം വരാണ്ടിരിക്കാൻ അവിടെ എന്തായിരിക്കണം, ഒരു അൺബയസ്ഡ് ഒരു മെത്തേഡ് വേണം. അതാണ് എക്സാം. അപ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ടാവും? എക്സാം ഉണ്ടാവും. നമ്മൾ വിചാരിച്ച് തന്നെ നിങ്ങൾ അഗ്നിവീറുകാർ മുന്നോട്ട് പോവുക. അതേപോലെ ജി ഡി എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന 2027 പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഡൗൺ ആവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്. ഇതിന് സ്റ്റേറ്റ് വൈസ് ആണ് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റിലെ കട്ട് ഓഫ് ആയിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്തത്. കേരളത്തിലെ കട്ട് ഓഫ് അല്ല നോർത്തിലെ കട്ട് ഓഫ്. അങ്ങനെ ഒരു ഗുണം ഏതിനുണ്ട്? SSC GDക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം SSC നോക്കുന്ന ആൾക്കാർ GD എന്ത് ചെയ്യുക? ട്രൈ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഏത് നമ്മുടെ ഫിസിക്കൽ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ GD എന്ത് ചെയ്യുക? നമ്മൾ ട്രൈ ചെയ്യുക. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. SSCയിൽ ഒരു ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ പറ്റുന്ന ഒരേ ഒരു എക്സാം ഏതാണ്? GD ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. GDയിൽ ഇനി അടുത്ത കൊല്ലം ഈ തവണത്തെ പോലെ ഞാൻ എല്ലാ തവണ എഴുതുമ്പോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാറുണ്ട് എന്ന് വിചാരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത തവണ കുറച്ച് കോമ്പറ്റീഷൻ കൂടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കേരളത്തിൽ നിന്നുള്ള നെക്സൽ സ്ഥലങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നെക്സൽ വേക്കൻസിയും വരാറില്ല. അപ്പോൾ അടുത്ത തവണ കോമ്പറ്റീഷൻ കൂടും എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴും ഓർക്കുക. നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത തവണത്തേക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്താണ് അടുത്ത കൊല്ലം നമ്മൾ കയറും ജോലിക്ക്. ഓക്കെ, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് 5 കിലോമീറ്റർ ഓടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം അടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടീമായിട്ടൊന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഇവിടെ അഡ്മിഷൻ AZBയിൽ SSC GDക്ക് അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ ഒരു ലോങ് ടൈം പോലാണ് പോകുന്നത്. നമുക്ക് അടുത്ത കൊല്ലം എന്താണ് 100+ ഉറപ്പായിട്ടും മേടിക്കാനായിട്ട്. ഞാൻ ഈ 100+ പറഞ്ഞത് മിനിമം ആണ് കേട്ടോ. 100+ ഉറപ്പായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ കൊല്ലമൊക്കെ കട്ട് ഓഫ് 55 വന്നത്. ഉറപ്പായിട്ടും അടുത്ത കൊല്ലവും നമുക്ക് എന്താണ് കട്ട് ഓഫ് ഉയരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊരു എന്താണ് പറയുന്നത്, നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാൽ, നമ്മളിപ്പോൾ എത്രയാണ് നമ്മുടെ മുമ്പിൽ ഒരു കൊല്ലം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്, ഒരു 10 മാസത്തോളം കിടപ്പുണ്ട്. ഇപ്പോഴേ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലിയിൽ കയറാനായിട്ട് പറ്റും. നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ അതൊരു സ്റ്റേറ്റ് ലിസ്റ്റ് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്കിവിടെ എന്താണ് അഡ്വാൻറ്റേജ് കൂടുതലാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? മൊത്തത്തിൽ അഗ്നിവീറായിട്ടുള്ളവർക്കൊരു എന്താണ് ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചർ നമുക്ക് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങളത് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമുക്കെന്താണ് GD നോക്കുന്ന ആൾക്കാർക്ക് എന്ത് പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഒബ്സ്റ്റക്കിളും കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കെ, ബൈ.